നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്ന സ്ഥിതിയല്ല കേട്ടോ. ഇപ്പൊ ഫോറൻസിക്കിലാണ് ബോഡി ഉള്ളത്, ഹോസ്പിറ്റലും അല്ല. അപ്പൊ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ വരുന്ന വർക്കിംഗ് ഡേയ്സിലേ നടക്കൂ. കാരണം നാളെയോ മറ്റന്നാളൊക്കെ അവരുടെ സൈഡിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ സൈഡിൽ നമ്മൾ അസോസിയേഷൻ, നമ്മുടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, പിന്നെ കൗൺസിലേറ്റ് വഴിയെല്ലാം നമ്മൾ സഹായം തേടി എല്ലാവരെയും പോയി കണ്ടു. അങ്ങനെ അവരുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്, കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള. എന്തായാലും ഇന്നലെ സാറ്റർഡേ, ഇന്ന് സൺഡേ, ഇപ്പൊ ഈ 2 ദിവസം ഇവിടെ ഗവൺമെന്റ് ഓഫീസ് ഒന്നും വർക്കിംഗ് അല്ല. അതുകൊണ്ട് ഇപ്പൊ ഈവൻ പോലീസ് സ്റ്റേഷനിൽ പോലും നമുക്ക് ഇന്നൊരു കേസ് രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാം നാളെ പറ്റുള്ളൂ. ഗൂഗിൾ ഇപ്പോൾ നേരത്തെ അച്ഛനും അമ്മയും ഞങ്ങളോട് തത്സമയം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു ഈ പ്രശ്നങ്ങൾ മൂത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് അതുല്യ വന്നിട്ടുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിൽ ഈ സതീഷ് കേണിന് അപേക്ഷിച്ച് അങ്ങനെയൊക്കെ നാടകങ്ങളൊക്കെ കാണിച്ച് വീണ്ടും വിളിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത് 1-2 തവണയൊന്നുമല്ല, എപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെ. നിങ്ങൾ ഇടപെടുമ്പോൾ ഇയാൾ എങ്ങനെയാണ് പെരുമാറുക? ഇതിന് മുന്നേ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ ഒരു ഡേറ്റ് സമയത്താണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ അതുല്യയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നേ ഈ. അപ്പോ അതേ കണക്ക് കഴിഞ്ഞ വർഷം ഇവിടെ അച്ഛനുണ്ടായിരുന്നു, അതുല്യയുടെ അച്ഛനും നമ്മുടെ കൂടെ താമസിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അതുല്യ വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് പറ്റത്തില്ല, ഇവിടെ ആകെ പ്രശ്നമാണ്, എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ചെന്നു. അന്ന് ഇവര് ദുബായില് ഇന്റർനാഷണൽ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോ എന്താ പറയാ, അതുല്യ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് ദിവസമെല്ലാം പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. പുള്ളി നല്ല മദ്യപിച്ചിട്ട് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പൊ എന്താ പറയാ, അഖിലയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. സതീഷിനെ ഭയങ്കരമായിട്ട് വെച്ചാൽ എങ്ങനെ ഒരു അച്ഛൻ സഹിക്കുന്നത് കാണുമ്പോൾ അച്ഛൻ നേരിട്ട് കാണുക. അങ്ങനെ അവിടെ വെച്ചിട്ട് UAE നമുക്ക് അങ്ങനെ ഭയങ്കര വയലൻസ് ഒന്നും കാണിച്ചുകൂടാ. അങ്ങനെ നമ്മൾ മാക്സിമം അപ്പൊ തന്നെ അതിഥിയെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ ഈ പുള്ളി ഞങ്ങളുടെ പുറകെ വരുക, ഇങ്ങനെ എന്താ പറയാ, പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതുല്യ അത്രയും പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛനും നമ്മുടെ കൂടെ ഉണ്ട് ഇത് കണ്ടുകൊണ്ട്. നമ്മളല്ലാതെ തന്നെ നമ്മൾ എപ്പോഴും ഇവിടെ കാണുന്നുണ്ട്. അന്ന് അച്ഛനും ഇത് സാക്ഷിയാ കാണുന്നത്. അങ്ങനെ അച്ഛൻ ഭയങ്കരമായിട്ട് പറയാ ദേഷ്യപ്പെട്ട് അങ്ങനെ സെക്യൂരിറ്റി ഒക്കെ വന്ന് സെക്യൂരിറ്റിയുടെ സഹായത്തിൽ സതീഷിനെ മാറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. കൊണ്ടുവന്നതിന് ശേഷവും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ വീണ്ടും അതുല്യ ഫോണിൽ വിളിച്ച് സോപ്പിട്ട് കൈയും കാലും പിടിച്ച് ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്ത് സെന്റിമെന്റലി എന്താ പറയാ കാര്യങ്ങൾ വീണ്ടും സോൾവ് ആക്കി അങ്ങനെ വീണ്ടും പോകും. ഇത് തന്നെയാണ് എപ്പോഴും സംഭവിക്കുക. എപ്പോഴും അതുല്യക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് കോർണറാക്കുക. ആ ഒരു സമയത്ത് ഈ ഉപദ്രവം കിട്ടുന്ന സമയത്തൊക്കെ നമ്മളെ വിളിക്കും, നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു അവസരം കൊടുക്കാം, എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും പോകും. പിന്നെ ഇത് തന്നെ സംഭവിക്കുക. ഇത് 1-2 അല്ല, റെഗുലർ എപ്പോഴായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സതീഷിന് വേറെ സുഹൃത്തുക്കൾ ആരും ഇല്ലേ? ഈ അവിടെ ആരും ഇല്ലേ സതീഷിന് വേറെ? ഇപ്പൊ ഈ ചില വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു സുഹൃത്തുക്കൾക്ക് അതുല്യ അയച്ചു കൊടുത്ത കുറച്ച് വീഡിയോ ഒക്കെ കാണുമ്പോൾ അയാളൊരു സൈക്കോ ആണെന്ന് വരെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതെ, പുള്ളി മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി അല്ല, വേറെ എന്തോ ഒരു രീതിയാണ് പുള്ളിയുടെ കാര്യങ്ങൾ. ഞാനങ്ങനെ അധികം സഹകരിക്കാറില്ല പുള്ളിയോട്. കാരണം എനിക്ക് പുള്ളിയെ കണ്ടനാൾ തൊട്ടേ പുള്ളിയുടെ സ്വഭാവം ഒന്നും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ അധികം സഹകരിക്കാറില്ല പുള്ളിയോട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും എന്താ പറയാ, നമ്മൾ എപ്പോഴും അതുല്യെ ഫോഴ്സ് ചെയ്യാറുണ്ട്. നാട്ടിൽ പോകും, കുഞ്ഞു നാട്ടിൽ സ്കൂളിൽ പഠിക്കുക, 5ാം ക്ലാസ്സിൽ പഠിക്കുക, നാട്ടിൽ പോകുന്നൊക്കെ എപ്പോഴും പറയും. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേയും കൂടെ ഭയങ്കരമായിട്ട് ഈ പുള്ളിക്കാരൻ എന്താ പറയാ അതുല്യനെ ഭയങ്കരമായിട്ട് മർദ്ദിച്ചു. അങ്ങനെ അഖിലെ വിളിച്ചിട്ട് അഖിലേക്ക് എന്റെ വൈഫിന് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു, ദേഹം മൊത്തവും പാടും കാര്യങ്ങളും എല്ലാം. അപ്പോഴും എന്താ പറയാ വീട്ടിൽ നിന്ന് അമ്മയും അഖിലയൊക്കെ പറയുമായിരുന്നു നാട്ടിൽ പോ എന്തിനാ നിൽക്കുന്നത്. അവസാനം പിന്നെ അഖിലയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു പാർട്ടീഷൻ റൂം എടുത്തിട്ട് അങ്ങോട്ട് മാറി താമസിക്കാൻ വരെ അതുല്യ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ പുള്ളിയുടെ മർദ്ദനം, കാരണം നമ്മുടെ ഫ്ലാറ്റിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ ഈ പുള്ളി നമ്മുടെ ഫ്ലാറ്റിലും വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെയും ഇവര് തമ്മിൽ ഓക്കെ ആവും, പിന്നെ വേണ്ട കുഴപ്പമില്ലാതെ പറഞ്ഞു പോകും. അങ്ങനെ ഇത് റീസെന്റ് സംഭവിച്ച കാര്യമാണ്. അങ്ങനെ പിന്നെ ഈ പറയാ ഈ ഫ്രൈഡേ വെള്ളിയാഴ്ച വൈകുന്നേരം അതുല്യ ഇവിടെ അഖിലയെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലാറ്റിൽ വന്ന് ഒരു വൈകുന്നേരം വന്ന് പറയാ രണ്ടുപേരൂടെ ഭയങ്കരമായിട്ട് സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നിട്ട് ആഹാരം കഴിച്ച്. അന്നിപ്പോ ഇന്നലെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പൊ രണ്ടുപേരുടെ ഫോട്ടോ ഒക്കെ എടുത്തു സ്റ്റാറ്റസിടാനൊക്കെ ആയിട്ട്. എന്നിട്ട് ഇവര് രാത്രിയിൽ 11:30 വരെ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എഡിറ്റ് ചെയ്യും, ഷെയറിങ്ങും കാര്യങ്ങളും അതിനെ പറ്റിയുള്ള തമാശ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ഒരു 11:30 വരെ വാട്സാപ്പിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് വൈകുന്നേരം വന്നിട്ട് പോയതിനു ശേഷം. പിന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. പിന്നെ നമ്മൾ കൊലപാതകം എന്ന നിലയ്ക്ക് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ ഗൂഗിൾ? അങ്ങനെയാണെങ്കിൽ
നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ നിയമം വെച്ചിട്ട് ഇവിടുത്തെ റിസൾട്ട് വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോറൻസിക്കിന്റെ കയ്യിലാണ്, അവരുടെ സൈഡിൽ നിന്ന് റിസൾട്ട് വന്നിട്ടേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം കുറെ ഇത്രയും അധികം പീഡനങ്ങൾ സഹിച്ചതിനൊരു കാരണമായി അതുല്യ പറഞ്ഞത് മകൾക്ക് വേണ്ടി സഹിക്കുന്നു എന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു ഇത്രയും വർഷങ്ങൾ 10 വർഷത്തിലധികമായല്ലോ. അപ്പം സഹിക്കുക മകൾക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യാൻ അതുല്യ അതിലേക്ക് മുതിരുമോ എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കൊലപാതകം എന്ന് സംശയിക്കുന്നുണ്ടോ? കടുംകൈ ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെങ്കിലും അതിന് കാരണം ഈ സതീഷ് തന്നെയാണ്. പുള്ളിയുടെ മർദ്ദനം, പുള്ളിയുടെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അത് ഞാൻ തീർത്ത് പറയാം.